പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാലുകളെ മാൻപേട കാൽ പോലെ ആക്കുന്നു, എന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നു. അതേ പ്രിയരെ, മുൻപിലെ സാഹചര്യങ്ങളെല്ലാം ശൂന്യ നിലവാരത്തിൽ കാണുമ്പോഴും അതിന്റെ നടുവിൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന്റെ വാക്കുകളാണ് നാം ഇവിടെ കേൾക്കപ്പെടുവാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലും മുൻപിൽ വന്നോട്ടെ, പക്ഷേ അതിന്റെ നടുവിൽ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ ആമേൻ വിളിച്ചു പറയേണ്ട വാക്കുകളാണ്: യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. എന്റെ ക്ഷീണങ്ങളെ മാറ്റി എന്റെ കാലിന് ബലം നൽകി ആരോഗ്യത്തോടും കൃപയോടും സർവശക്തനായ ദൈവം എന്നെ നടത്തുമെന്ന്. അപ്പോൾ മുൻപിലെ സകല സാഹചര്യങ്ങളെയും കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഏതെല്ലാം ശൂന്യ നിലവാരങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും, കേൾക്കപ്പെടുന്ന ചില ദൂതുകൾക്ക് മുൻപാകെ, ദൈവിക ഇടപെടലുകൾക്ക് മുൻപാകെ ഭയപ്പെട്ടു നിന്നെന്ന് പറഞ്ഞാലും അതിന്റെയൊക്കെ നടുവിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പലപ്പോഴും ചില പ്രതികൂല സാഹചര്യങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മുൻപിൽ ഭയപ്പെട്ടു നിൽക്കുകയല്ല, ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ജയത്തോടെ നടക്കുവാനുള്ള ഒരു അമിത ബലത്തെ ഏറ്റെടുക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ച് വിശ്വസിച്ച് നിൽക്കാം. നമ്മുടെ കാലുകളെ മാൻപേട കാൽ പോലെയാക്കി ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കുന്നു ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.